ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തു. PR അരുൺ രചനയും സംവിധാനവും ചെയ്ത് 2025 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു വെബ് സീരീസാണ് ഫാർമ. അതിൽ പ്രധാന വേഷത്തിലായി അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, ബിനു പപ്പു ആൻഡ് ശ്രുതി രാമചന്ദ്രൻ എന്നിവരൊക്കെയുണ്ട്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ഡിസംബർ 19 പറഞ്ഞിരിക്കുന്നത്. കണ്ടറിയാം. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ നിവിൻ പോളി ഇതിലെങ്കിലും ഒരു തിരിച്ചുവരവ് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരൂ ഗൈസ്. എവിടെ നിവിൻ പോളി? പ്രൈം എവിടെ? കോൺഫിഡൻസ് ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽസ്. Good morning, doctor. I am KP Vinod. I am KP Vinod from RX Life Healthcare. ഡോക്ടർ ഇതിന്റെ ആരും കാണില്ല കേട്ടോ. നല്ല ഐശ്വര്യം. ആദ്യമായിട്ട് സെയിൽസ് കുറച്ചുകൊണ്ടിരിക്കുന്നൊരു ഇത് കാണുമ്പോഴേ പ്രഡിക്റ്റബിൾ ആണ്. മെഡിക്കൽ റെപ്പാണെന്ന് തോന്നുന്നു. സെയിൽസ് പിടിക്കുക, ഡോക്ടറുടെ പോവുക, അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. കാണുമ്പോഴേ പ്രഡിക്റ്റബിൾ ആണ്. പിന്നെ ചെറിയൊരു കോഴി റോളൊക്കെ തോന്നിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള ചിരിയും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും ആ ഒരു ഫിറ്റ്നസ് ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണ്, പുള്ളിയുടെ ആ ഫിറ്റ്നസ് പുള്ളി തിരിച്ചെടുക്കുന്നില്ല. ഇതിലും നല്ലൊരു വെയിറ്റ് വെച്ച പോലെയാണ് നിവിൻ പോളി ഇരിക്കുന്നത്. വീണ നന്ദകുമാറുണ്ട്. എനിക്ക് രാവിലെ തന്നെ കിട്ടണം. Good morning, doctor. I am KP Vinod. സിസ്റ്റർ ഈ കൈഡോക്സ് ഒന്ന് ട്രൈ ചെയ്യുന്നു. ശ്രുതി രാമചന്ദ്രൻ കളങ്കാവിലുണ്ടായിരുന്നു, ഫസ്റ്റ് ഡെഡ് ആയിരുന്നു. കേരള മെഡിക്കൽ കഴിഞ്ഞ സെന്റർ. കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പുറകെ അത്യാവശ്യം ഒരു സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഞാൻ KP വിളിച്ചത്. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത ആ മരുന്ന് എൻ്റെ ഒരു പേഷ്യൻറ്റ് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ This is a business model in pharma. ഈ മരുന്ന് നമ്മൾ കഥയിലേക്ക് വരുന്നേ ഉള്ളൂ. സോ ടു ബി ഓണസ്റ്റ്, ട്രെയിലർ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒന്നും തോന്നുന്നില്ല, ഒരു ഇൻട്രസ്റ്റിംഗും ഇല്ല. കഥയിലേക്ക് വരുന്നേ ഉള്ളൂ. എന്നിരുന്നാലും അത് പ്രഡിക്റ്റബിൾ ആണ്. ആ ഒരു ഡോക്ടർ കൊടുത്ത ഏതൊരു മെഡിസിന്, പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിന് ആരെങ്കിലും ബുദ്ധിമുട്ടിലാക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. വിശ്വസിക്കരുത് ഡോക്ടർ. അതാണ്. ഇതൊക്കെ സത്യമാണ്. അവരെ വെറുതെ വിടരുത്. ഏയ്, ഇതൊരാളല്ല കേൾപ്പി. Come on, Rajiv. Money wins you battles. ഇറ്റ്സ് എ കോർപ്പറേഷൻ. അവിടെ KP, you can never win. അവർ അത്രയും ഡേഞ്ചറസ് ആണ്. KP വേറൊരു ജോലി വേണ്ടാന്ന് വെച്ച് തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെ ഡോക്ടർ മുമ്പിൽ ഇരിക്കുന്നു. അതുപോലെ സാക്രിഫൈസ് ചെയ്യും. അപ്പം ഫാർമ സ്റ്റാറിങ് നിവിൻ പോളി, ബിനു പപ്പു, ശ്രുതി രാമചന്ദ്രൻ, വീണ്ടും ആൾക്കാരൊക്കെ ഉണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന വെബ് സീരീസ് ആയിട്ടാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് മാറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇതിൽ വരുന്നത് ഡിസംബർ 19 റിലീസ് എന്ന് പറയുന്നുണ്ട്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. വളരെ ബോറായിട്ടുള്ള ഒരു ട്രെയിലർ, പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ട്രെയിലർ. നിവിൻ പോളിയുടെ ആ ഒരു തിരിച്ചുവരവ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുമെന്ന് തന്നെ ഡൗട്ടാണ്. കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും റിലീസ് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഡിസംബർ 19 റിലീസ് ചെയ്യുന്നുണ്ടെന്ന്. ഫാർമ മെഡിസിൻ കോർപ്പറേറ്റിൻ്റെ കൂടെ പോരാടുന്ന ഒരു കഥയായിരിക്കും. അതായത് നിവിൻ പോളിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വരുന്നു. ഇത് നിവിൻ പോളി കണ്ടുപിടിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നു. കോർപ്പറേറ്റ് അവർ പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അവർ മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കുന്നില്ല, പൈസയ്ക്കും മരുന്നിന് മാത്രമാണ് അവർ വില കൊടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പോരാട്ടങ്ങൾ,
കുറച്ചുപേര് മോട്ടിവേറ്റ് ചെയ്യുന്നു, നീ ഇതിനെ ഒന്നും ജയിക്കാൻ പറ്റില്ല, അവർ കോർപ്പറേഷനാണ്, അവർ കോർപ്പറേറ്റ് ആണ്, അവർ ഡേഞ്ചറസ് ആണ്, അവർക്ക് ഒരുപാട് പൈസയുണ്ട്. അപ്പോൾ നിവിൻ പോളി പറയുന്നു, ആ ജോലി പോയാലും ജീവൻ പോയാലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യും, കാരണം ഞാൻ കാരണമാണ് ഇങ്ങനെ നടന്നത്. അങ്ങനെ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒരു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് അവർ ഇതിന് മുമ്പ് ഒരു ടീസർ പോലെ അത് പിന്നെയും കൊള്ളായിരുന്നു, കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നി. പക്ഷേ ട്രെയിലർ ഒന്നുമില്ല, പക്കാ പ്രൊഡിക്റ്റബിൾ സാധനം. ആൻഡ് നമ്മൾ അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ ആ ഒരു എന്താണ് ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായ ഒരു ഐഡിയ എന്താണെന്ന്. നിവിൻ പോളി ഇങ്ങനെ കുറേ നടന്ന് മെഡിക്കൽ റെപ്പ് ഇങ്ങനെ കാര്യങ്ങൾ നടന്ന് ഒരു ഡോക്ടറിനെ കിട്ടുന്നു, ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് നിവിൻ പോളിയുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നു, ആ മരുന്ന് കാരണം കുറച്ച് പേര് മരിച്ചു പോകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥ, ആസ് എ പ്രഡിക്റ്റബിൾ, കേട്ട് മടുത്ത ചത്തുപെത്ത ഒരു കഥ. അതാണെന്നാണ് ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ പേഴ്സണലി നിങ്ങളെ ഒപ്പീനിയൻ ചെയ്തേക്ക്. നിവിൻ പോളിക്ക് ഇതിലൊരു തിരിച്ചുവരവ് ഉണ്ടോ എന്നോ എനിക്കൊരു സംശയമുണ്ട്. കാരണം പെർഫോമൻസ് വൈസ് ഇനി എങ്ങനെ ആയിരിക്കുമെന്ന് കണ്ടാലേ മനസ്സിലാവും. പക്ഷെ ട്രെയിലറിലും ഒരു രീതിയിലും ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടില്ല, സാറ്റിസ്ഫാക്ഷൻ വന്നുമില്ല, അങ്ങനെയുള്ളൊരു സീനും ഇല്ലായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ നിന്ന് താടി വളർത്തി അല്ലെങ്കിൽ എന്താ പറയുക നര വരുന്ന സീനൊക്കെ ഉണ്ട്, അപ്പോൾ പ്രായം കൂടുന്ന സീനുകളും ഉണ്ട്. അപ്പോൾ ബിനു പപ്പു പറയുന്നു ഇതിൽ നമ്മളല്ലടാ അവരെന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട്, അങ്ങനെ തപ്പിപ്പിടിക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട്. നിങ്ങൾ ട്രെയിലർ അറിയാം, പക്ക പ്രൊഡിക്റ്റബിൾ ട്രെയിലറാണ്, ഒന്നുമില്ല ട്രെയിലറിൽ. ആദ്യം കണ്ട ആ ഒരു ആവേശം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ട്രെയിലർ കണ്ടോടാണ് ഉള്ളത് പറയാമല്ലോ. ഇനി സർവമായം അതിൽ പിടിക്കുക, അജു വർഗീസുമായിട്ടുള്ള ആ സിനിമയിൽ പിടിക്കുക എന്നാണ് ആ ഒരു വിശ്വാസം. തിരിച്ചു വരവ് ഇതിൽ നടക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്, കണ്ടിട്ട് കയ്യിൽ നിന്ന് പോയ കണക്കാണ്. നിങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്.